ഹലോ കൂട്ടുകാരെ, ഇതാണ് മധുര അമ്പഴം, സ്വീറ്റ് അമ്പഴം. ഇത് 4.5 വർഷമായിട്ട് നട്ടിട്ട് ഇപ്പോഴും നല്ല കുറ്റിച്ച് നിൽക്കുന്നു. കണ്ടോ, ബുഷിയായിട്ട് നിൽക്കും. നിറയെ കായ്ച്ചു, കായ നിറയെ ഉണ്ടാകുക. എല്ലാം ഓൾ സീസണാണ്. പഴുക്കാൻ തുടങ്ങിയതുകൊണ്ട്, നിറയെ കായ്ച്ചുകൊണ്ട്, പൂവുണ്ട്. അങ്ങനെ എല്ലാ സൈസും ഉണ്ട്. പകുതി പ്രായമായതുകൊണ്ട്, കുഞ്ഞു കായായതുകൊണ്ട് നല്ല ബ്രൂട്ടായത്. മധുരാമ്പഴം സീസണില്ല, എല്ലാ കാലത്തും ഫലം തരും. മുഴുവൻ സമയം കായ ഉണ്ടാകുന്നതാണ്. ഇങ്ങനെ അധികം പൊങ്ങിപ്പോകയില്ല. ഇതിപ്പോൾ 4 വർഷം കഴിഞ്ഞു. എന്നിട്ട് നോക്ക്, കുറ്റിച്ചിരിക്കുന്നു. പച്ചമാങ്ങയുടെ ടേസ്റ്റാണ് ഇതിന്. അച്ചാറിടാം, ചമ്മന്തി അരയ്ക്കാം, ചെടിച്ചട്ടിയിലും ഗ്രോ ബാഗിലും എല്ലാം വളർത്താം. പണ്ട് കാലത്ത് വലിയ അമ്പഴം ഉണ്ടായിരുന്നു, വലിയ മരമായുള്ള പൊക്കമുള്ള. അതിൻ്റെ അകത്ത് മുഴുവൻ നാര. ഇതിൻ്റെ അകത്ത് നാരൊന്നുമില്ല, കായും കുറവാണ്. എല്ലാം പഴയ കാലത്ത് എല്ലാവരും ഇപ്പോൾ പറയുമായിരുന്നു അതിൻ്റെ എല്ലാ കായും മരുന്നാന്ന് പറയുമായിരുന്നു. ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ ഇലയും പൂവും കായും എല്ലാം മരുന്നാന്ന് പറയുമായിരുന്നു. അതിൻ്റെ ഇല, തളിരില വരെ ഞങ്ങൾ എന്തോ രോഗത്തിന് വേണ്ടി തീറ്റിച്ചിട്ടുണ്ട് മാതാപിതാക്കൾ. ഇപ്പോൾ ഇതൊന്നും മരുന്നായിട്ട് ആരും പറയുന്നുമില്ല. 6 മാസം വരെ കഴിഞ്ഞ് ഇത് കായ്ക്കും. ഞങ്ങളുടെ 4 മാസമായപ്പോഴേ കായ്ക്കാൻ തുടങ്ങി. 1 വർഷം ഒന്നും വേണ്ട ഇത് കായ്ക്കണമെങ്കിൽ. 4 വർഷം കഴിഞ്ഞ് 6 മാസം, ഇപ്പം 4.5 വർഷമായേ. അത് മേടിച്ചിട്ട് 4 മാസം കഴിഞ്ഞ് അത് കായ്ച്ചു. അതായത് 6 മാസം പോലും വേണ്ട ഇത് കായ്ക്കാൻ. ഇതിപ്പോൾ ആ സ്ഥലം ഇല്ലാത്തവർക്കും വളർത്താം. ചെടിച്ചട്ടിയിലും ഗ്രോ ബാഗിലും എല്ലാം വളർത്താം. ഉപ്പിലിടാം, ഇത് അച്ചാറിടാം, ജ്യൂസൊക്കെ ഉണ്ടാക്കി കഴിക്കാം. മധുരം കലർന്ന പുളിരസമാണ് ഇതിന്. കുറ്റിച്ചെടിയായിട്ട് വളരുകയും ചെയ്യും. പണ്ടൊക്കെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു പറഞ്ഞുകൊണ്ട് ഇത് അച്ചാറിടും. പച്ചമാങ്ങയുടെ മണമാണ്. അതിന് നല്ല ചമ്മന്തിയൊക്കെ അരിച്ച് തരുമായിരുന്നു, നല്ല ആരോഗ്യ ഗുണങ്ങളുള്ളതെന്ന് പറഞ്ഞുകൊണ്ട്. ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ വലിയ മരത്തേൽ അഴങ്ങ ഉണ്ടായിരുന്നു, അന്നേരം അത് തരുമായിരുന്നു. ഇപ്പോഴൊക്കെ അല്ലേ ഹൈബ്രിഡ് അമ്പഴം, മധുരമ്പഴമൊക്കെ ആയത്. ഇത്തിരി സ്ഥലം മതി. ഇത് ഉണക്കച്ചെമ്മീൻ ഇട്ട് കറി വെക്കാൻ ഇത് നല്ല ടേസ്റ്റാണ്, തേങ്ങ അരച്ച്. ഇതാണ് മധുരാമ്പഴം. കണ്ടോ, കുറ്റിച്ച് നിൽക്കും. അധികം പൊക്കമൊന്നുമില്ല. മുറ്റത്തൊക്കെ നടാം, ഗ്രോ ബാഗിൽ നടാം, ചെടിച്ചട്ടി നടാം. എപ്പോഴും കാതം ഉണ്ടാവും. കായ്ഫലം തരും. കണ്ടോ, ചിലയിടത്ത് പൂവുണ്ട്, ചിലയിടത്ത് കായുണ്ട്, ചിലയിടത്ത് നല്ല പഴുക്കാറായ കായുണ്ട്. അങ്ങനെ പല സൈസാണ്. ഓൾ സീസണാണ്. ഇത് പൊട്ടിച്ചിട്ട് നമുക്ക് പിഞ്ചോടെ കഴിക്കുകയും ചെയ്യാം. പച്ച തിന്നാം. മാങ്ങയൊക്കെ പച്ച തിന്നല എന്ന് പറഞ്ഞാൽ. ഉപ്പും കൂട്ടി തിന്നാൻ നല്ല ടേസ്റ്റാണ്. മാങ്ങ ഉപ്പ് കൂട്ടി തിന്നല അതുപോലെ. പച്ചമാങ്ങ ഉപ്പ് കല്ലും കൂട്ടി തിന്നിട്ടില്ല, അതുപോലെ ഇതും തിന്നാം. കണ്ട, കൊലയായിട്ട് ഉണ്ടാക്കി കിടക്കുന്ന കണ്ട കൂട്ടുകാരെ. മധുരാമ്പഴം പഴുത്ത് കഴിഞ്ഞാൽ നല്ല മധുരം. ഇത്രയും പൊക്കമുള്ളു. കണ്ടോ, ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പും പിണ്ണാക്കും എല്ലാം കൂട്ടി ഇളക്കി ചൂട്ടിയിട്ടിട്ടുണ്ട്. എപ്പം വെള്ളം ഒഴിച്ച് കൊടുക്കും, രാവിലെയും വൈകിട്ടും. കരിയില ഇട്ട് പുതവെച്ചിട്ടുണ്ട്. നല്ല വെയിലല്ല, അതുകൊണ്ട് കരിയില ഇട്ട് വെച്ചിട്ടുണ്ട്. ആൾക്കാരൊക്കെ പറിച്ചു പോകും അച്ചാറിടാനൊക്കെ. കണ്ട, ഒരു പൊടി പോലെ ഉണ്ട് ഇതിൻ്റെ പുറത്ത്. അത് കുഴപ്പമില്ലാതെ കഴിയുമ്പം പൊക്കോളും. കണ്ട, എത്രയാന്ന് നോക്കിയാൽ കൊല പോലെ, മുന്തിരിക്കൊല കിടക്കുന്ന പോലെ. മധുരാമ്പഴം നല്ല മണം. ഇത് പൊട്ടിച്ച് കഴിയുമ്പോഴേ നല്ല മാങ്ങയുടെ മണം. കീറിക്കഴിയുമ്പോൾ, പൊളന്ന് കഴിയുമ്പോഴും പച്ചമാങ്ങയുടെ മണം. മാങ്ങ അച്ചാർ ഇടുന്ന പോലെ തന്നെ അരിഞ്ഞ് അച്ചാറിടാം.
ചമ്മന്തി അരയ്ക്കാനൊക്കെ നല്ല ടേസ്റ്റ്. മീൻ ഇട്ട് തേങ്ങ അരച്ച് കറി വെക്കാം. കണ്ടോ, തീരെ ചെറുതാണ്. കണ്ടോ, ഇവിടെ പൂവുണ്ട, ഇവിടെ കായുണ്ട്. ഒരേരത്തെ പൂവെങ്കിൽ ഒരു ഏരത്തെ കായ, ഒരേരത്തെ പഴുക്കാൻ തുടങ്ങിയത്, അങ്ങനെ പല പല സൈസാണ്. കണ്ടോ, പൂ കണ്ടോ, തളിര് എല്ലാം മാറി മാറി ഉണ്ട്. കണ്ടോ, ഞങ്ങളിത് ഫ്രണ്ട് മുറ്റത്താണ് നട്ടേക്കുന്നത്. കണ്ടോ, ഇവിടെ ചെറിയത് ഇടത്തരം. ഇതിങ്ങനെ പ്രൂണിങ് ചെയ്ത് വിടുവാണെങ്കിൽ പെട്ടെന്ന് ഒത്തിരി ശേഖരങ്ങളുണ്ടായി അതിലെല്ലാം പൂവും കായും ഒക്കെ വരും. കണ്ടോ, ഇത് 4 വർഷം 4.5 വർഷമായതാന്ന് തോന്നുന്നല്ലോ, ഇപ്പോഴും കുറ്റിച്ച് നിൽക്കുന്നത്. കണ്ടോ, പഴുത്തത് തിന്നാൻ ചെറു മധുരം, പുളി കലർന്ന മധുരം. ഇത് അതിൻ്റെ ചുവട് പാങ്ങണ്ട, ഇത്രയും പൊക്കമുള്ളൂ. കണ്ടോ, കുറ്റിച്ച് നിൽക്കുന്നത്. ഇവിടെ തളിർത്തിട്ട് പൂവായി. താങ്ക് യു കൂട്ടുകാരെ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കണ്ടോ, ഓൾ സീസൺ എപ്പോഴും കൊല കൊലയായിട്ടുണ്ടായിക്കൊണ്ടിരിക്കും. പണ്ട് കാലത്ത് അമ്പഴങ്ങ പറിക്കണമെങ്കിൽ വലിയ പൊക്കത്തിൽ തോട്ടിയും കൊണ്ടുപോയി പറിക്കണം. ഇതങ്ങനെയല്ലോ, കയ്യെത്തുന്ന ദൂരത്ത് നിന്ന് പറിക്കാം. അപ്പോൾ എപ്പോഴും ചമ്മന്തി അരയ്ക്കാനും കറി വെക്കാനൊക്കെ ഉണ്ട്. എല്ലാ വീട്ടിലും ഇത് നട്ട് വളർത്തുകയാണ്. കണ്ടോ, ഓൾ സീസൺ ആയതുകൊണ്ട് അച്ചാറിടാനും. താങ്ക് യു സോ മച്ച്.